നിത്യസഹായ മാതാവേ ലോകമാതാവേ. ഈശ്വര വരദാനം പോലെ കിട്ടിയ ശബ്ദം ഒരുപാട് ഉപയോഗിക്കാനാകാതെ പോയ കടുത്ത നിരാശയിലും ഷെറിൻ ആശ്വാസം കണ്ടെത്തുന്നത് തൻ്റെ തന്നെ പഴയ പാട്ടുകളിലാണ്. പ്രാർത്ഥനാഭരിതമാണ് ഇപ്പോഴും ഈ ഗായികയുടെ മനസ്സ്. വിടർത്തേണമേ നിത്യസഹായ മാതാവേ ലോകമാതാവേ. എല്ലാവരും ചോദിക്കും, അത് എല്ലാവരും അയ്യോ ഷെറിനിപ്പോൾ പാടണില്ലേ, റിലേറ്റീവ്സും ഫ്രണ്ട്സും എന്തിനാ അതൊക്കെ നിർത്തി, എന്തിനാ അങ്ങനെ പാടാണ്ടായത് എന്നൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ അങ്ങനെ വിട്ടു അത്. പിന്നെ എൻ്റെ ആണ്ടാണ് എന്നെ എല്ലാത്തിനും കൊണ്ടുപോയിരുന്ന എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ കൂടെ വരണമൊക്കെ. പിന്നെ ആണ്ടിനും വയസ്സായി, ഒരു ഫ്രാക്ചർ ഉണ്ടായി അപ്പം 3 കൊല്ലം മുമ്പ്. അപ്പോൾ ആണ്ടിനും ഹെൽപ്പ് വേണം, എനിക്കും ഹെൽപ്പ് വേണം. പിന്നെ കൂടെ വരാൻ അങ്ങനെ ആരും ഇല്ല. സിനിമാ ലോകം പൂർണ്ണമായും അവഗണിച്ചപ്പോൾ ഷെറിൻ ആത്മാവിഷ്കാരത്തിന് തിരഞ്ഞെടുത്തതാണ് ചിത്രരചന. നിറം കെട്ടുപോയ തൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം തേടും പോലെ വർണ്ണങ്ങൾ ചാലിച്ച് ഇവർ വരച്ചെടുക്കുകയാണ് ഓരോ ചിത്രവും. വരകളുടെ ലോകത്തേക്ക് വഴിമാറിപ്പോകുമ്പോഴും ചുണ്ടുകളിൽ പാട്ടിൻ്റെ ഈണം മുറിഞ്ഞിട്ടില്ല. പകല് സമയം ഞാൻ കുറച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് പെയിൻറ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച്. അത് പിന്നെ വീട് മാനേജ് ചെയ്യണതന്നെ എനിക്കിപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിട്ടാണ് തോന്നണേ. എന്നുവെച്ചാൽ ഫുൾ ടൈം ഒരു ജോബാണ്. ആൻറ്റിക്കും അത്രയും വയ്യാത്തതുകൊണ്ട് ഒരു വീട് മാനേജ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കഷ്ടമാണല്ലോ. ഭയങ്കര ചില സമയത്ത് ഒരു ഭയങ്കര ടെൻഷൻ അങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ വേറെ ഒന്നിനും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും സമയമില്ല. ഇത് തന്നെ ഒരു ഫുൾ ടൈം ജോബാന്ന് തോന്നുക. പാടി മതിയായിട്ടില്ല ഈ പാട്ടുകാരിക്ക്. കഴിവുണ്ടായിട്ടും സിനിമാ ലോകത്ത് അർഹമായ ഇടം നേടാനായില്ല. പുതിയ കാലത്ത് സിനിമയിൽ പുതുസ്വരങ്ങൾ നിറയുമ്പോൾ ഇന്നലത്തെ പാട്ടുകാരിക്ക് നഷ്ടസ്വപ്നങ്ങളിൽ ജീവിക്കാനാണ് വിധി. ഇനിയൊരു ജന്മമുണ്ടാകുമെങ്കിൽ അന്നും പാട്ടുകാരിയായി ജീവിക്കാനാണ് ഷെറിന് മോഹം. പുതുജന്മത്തിൽ ഒരുപാട് പാട്ടുകൾ പാടണമെന്നതും മോഹം തന്നെ. പാടണം എന്നുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, താല്പര്യം. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാനും കോണ്ടാക്ട് ചെയ്യാനും. ഇപ്പം പിന്നെ എത്ര ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡാണല്ലോ ഇപ്പം മ്യൂസിക് എന്ന് പറയുമ്പോൾ. എന്തൊരു നിറയെ യങ്സ്റ്റേഴ്സ്, യങ് ടാലൻസ് നിറയെ വരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊക്കെ വളരെ പഴയതായി പോയില്ലേ. അപ്പോൾ പിന്നെ അതിലങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പിന്നെ നമുക്കറിയണം അങ്ങനത്തെ ആരും ഇല്ല. മ്യൂസിക് ഡയറക്ടേഴ്സും ആരും ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഞാനും ആണ്ടുമാണ്. നല്ലൊരു കുടുംബജീവിതം ഷെറിന് മോഹിച്ചിരുന്നു. തൻ്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് കൈപിടിക്കാനെത്തുന്ന പുരുഷനായി പ്രതീക്ഷാഭരിതമായ കാത്തിരിപ്പിലായിരുന്നു ഷെറിൻ. വിവാഹമെന്നത് സഫലമാകാതെ പോയ ഒരു സ്വപ്നം മാത്രമാണ് ഇവർക്ക്. എങ്കിലും ഈ വീട്ടിൽ ഷെറിൻ ഏകയല്ല, ഒറ്റപ്പെട്ടുപോയ ഒരാളുമല്ല. എനിക്ക് പിന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും, ഞാൻ ഒറ്റ മോളാണ്, ആരുമില്ല. ഇതെൻ്റെ ആൻറ്റിയാണ്, മമ്മിയുടെ സിസ്റ്ററാണ്. അപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ആൻറ്റിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തേക്കും പ്രോഗ്രാമിന് പോകുമ്പോഴും എല്ലാത്തിനും ഒരു സപ്പോർട്ട് ആൻറ്റിയായിരുന്നു. പിന്നെ ഇതെൻ്റെ കസിൻ അങ്കിളുടെ മകളാണ്. ഇത് പൊന്നമ്മ, ഇത് കാർത്തിയുടെ വൈഫ് സരിത. ഇവരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവർ. വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും അസിസ്റ്റ് ചെയ്യണത് അവരാണ്. വളരെ സിൻസിയറായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ്.